ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അമ്മ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അമ്മ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഓട്ടടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവയൊക്കെ. അരി കുതിർത്തത്, അതുപോലെ തന്നെ ചോറ്, തേങ്ങ, ജീരകം, ചെറിയുള്ളി, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണയും അതുപോലെ ഉപ്പും ആവശ്യമുണ്ട് കേട്ടോ. ഓരോന്നും എത്ര അളവാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അത് നോക്കിയാൽ മതിയേ. അമ്മ ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവുകയാണേ. ആദ്യം നമ്മൾ അതിനകത്തേക്ക് അരിയാണ് ഇടുന്നത്, അതായത് കുതിർത്ത് വെച്ച അരി. ഇപ്പം നമ്മളിത് രാത്രിക്കത്തെ ഭക്ഷണമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രാത്രിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു ഉച്ചയ്ക്ക് അരി വെള്ളത്തിലിട്ടതാണ്, അത്യാവശ്യം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ആ അരി ആദ്യം നമ്മൾ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷമാണ് അതിലേക്ക് ഈ ബാക്കി ഐറ്റംസ് ഇടേണ്ടത്. അരി നമ്മൾ നന്നായി 3-4 വട്ടം കഴുകിയിട്ടാണ് കുതിരാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതിലെ വെള്ളം ഒഴിക്കാം, പിന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. അങ്ങനെ നെകക്ക് വെള്ളം ഒഴിക്കേണ്ട, ചെറുതായിട്ട് ഒന്ന് അരഞ്ഞു കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളത് അടച്ചേച്ച് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരയ്ക്കുവാണേ. ഇത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ മഷി പോലെയല്ല അരയ്ക്കുന്നത്, ഒരു ചെറിയ തരിതരിപ്പോടെയാണ്. ഇതുകൊണ്ട് ഈ സൈഡിലൊക്കെ ഇരിക്കുന്നതല്ല, അതുപോലെ ആ ചെറിയൊരു തരിതരിപ്പിലാണ് അരയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ചോറ്, തേങ്ങ, ചെറിയുള്ളി, ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് അരയ്ക്കുവാണേ. 2 പ്രാവശ്യമായിട്ടാട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. കുതിർത്ത അരി ഇട്ടു, പിന്നെ നമ്മൾ ഇതിനകത്ത് ബാക്കി വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി, അതുപോലെ തേങ്ങേൻ്റെ, ചെറിയുള്ളി, അങ്ങനെ ഓരോന്നിൻ്റെയും കുറച്ചും, പിന്നെ ജീരകം ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മൾ മുഴുവൻ ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ടാട്ടോ അരയ്ക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇടുന്ന കൂടുതൽ ഉപ്പും കൂടുതലിട്ട് അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ആ കൂടെ അരയ്ക്കുന്നത്. ഉപ്പ് ഈ കൂടെ ഇടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇനിയിപ്പോൾ പുളിക്കാനൊന്നും വെക്കുന്നില്ലല്ലോ, നമ്മൾ അന്നേരം തന്നെ അരയ്ക്കുന്നു, അപ്പം തന്നെ ചുടുകയല്ലേ ചെയ്യുന്നത്. നമ്മളിപ്പം വല്ല അപ്പത്തിനൊക്കെയാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ തലേദിവസം നമ്മൾ അരി ആട്ടി വെച്ചേച്ച് രാവിലെ നമ്മൾ ഉപ്പിട്ട് കലക്കിയല്ലേ ചുടുന്നത്. ഇത് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ അരയ്ക്കും. കാരണം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമല്ലേ ഒഴിച്ചു. അപ്പോൾ ഇതും കൂടി ഇട്ടുമ്പോൾ കുറച്ചും കൂടെ, ചോറും കൂടി ഇടുന്നത് കൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് കട്ടിയായി പോകും, അരഞ്ഞു കിട്ടത്തില്ല കേട്ടോ. ആദ്യത്തെ പ്രാവശ്യത്തെ നമ്മൾ അരച്ചെടുക്കുവാണേ. മാവ് ഒരുപാട് വെള്ളം പോലെയല്ല ഇരിക്കുന്നത്, ഒരു കുറച്ച് കുറുകിയിട്ടാണ്. ഓട്ടടേൻ്റെ മാവിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ ഒരു പാകത്തിനുള്ളതായിരിക്കും കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അരച്ചെടുത്ത പോലെ തന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുക്കാം. ബാക്കിയിരിക്കുന്ന അരിയിലേക്ക് ഉള്ളിയും തേങ്ങയും ചോറും എല്ലാം കൂടി ഇട്ടിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇതേ അളവിൽ തന്നെ ഈ ഒരു പാകത്തിന് നമുക്ക് അരച്ചെടുക്കാവേ. വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എല്ലാം സൈഡിലേക്കൊക്കെ മാറ്റി വെച്ച് ഭയങ്കര ഇതായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കൈ കൊണ്ട് തന്നെയൊക്കെ ആട്ടോ ഇടുന്നത്. നമ്മുടെ സാധാരണ വീട്ടിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ചോറിടാനൊന്നും സ്പൂണൊന്നും ഉപയോഗിച്ചിട്ടൊന്നും അല്ല. വീഡിയോ എടുക്കാൻ വേണ്ടി അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെ രണ്ടാമത്തതും കൂടെ അരച്ചത് ഇടുക. ഇത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ പ്രില്ലിൻ്റെ കുപ്പിക്കകത്താണ് വെളിച്ചെണ്ണ എടുത്തു വെക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് വെക്കും, കാരണം കനപ്പുവാട വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് കുരുമുളക് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. 2 പ്രാവശ്യമായിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മാവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇളക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് മാവ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓട്ടട നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം ഗ്യാസിലാകുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ടല്ലേ തീ വരുന്നത്. വിറകടുപ്പാകുമ്പോൾ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ചൂട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം, കാരണം ചിലപ്പോൾ തീ കൂടുതലാണെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുറന്നു നോക്കണം. പിന്നെ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്തിങ്ങനെ പുള്ളിക്കുത്ത് വീണത് കാണും കേട്ടോ. അങ്ങനെ ഉൾഭാഗമില്ല, നടുഭാഗത്തിന് ഒരു ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടെ വെന്തോന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. ഓട്ടട നമ്മൾ മറിച്ചിടുകയൊന്നും വേണ്ട, നേരെ തന്നെ നമുക്കങ്ങ് വെന്ത് കഴിയുമ്പോൾ ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മളിത് ഈ ചട്ടിക്കകത്ത് ഇത് ഓട്ടട ചട്ടിയാണ് കേട്ടോ. ഇത് ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ചട്ടിയാണ്, ഓട്ടട ചട്ടിയാണ്. ഇതിൻ്റെ തന്നെ അടപ്പും കിട്ടും, പക്ഷെ നമ്മൾ സ്റ്റീലിൻ്റെ അടപ്പിനകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ ചട്ടി ഇങ്ങനത്തെ ചട്ടി, ആ കുഴിയുള്ള ഒരു ചട്ടി വേണം, ആ കുഴിവ് വേണ്ട നടുക്ക്, എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓട്ടട ചുടുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഈ ഓട്ടട ചട്ടിക്കകത്ത് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തടവി കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടു പോരാണ്ട് ഇപ്പോൾ 2-3 കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ചുട്ട് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എണ്ണയൊന്ന് തടവി കൊടുത്താലും നല്ലതാണ്. അങ്ങനെ നമ്മൾ ഇത് എല്ലാം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മാവ് അത്രയും നമ്മൾ ചുട്ടെടുക്കുവാണേ. ഇന്ന് നമ്മൾ ഓട്ടടേൻ്റെ കൂടെ മുട്ടക്കറി കൂട്ടിയാട്ടോ കഴിക്കുന്നത്. ഓട്ടടയും മുട്ടക്കറിയാണ് കഴിക്കുന്നത്. ഓട്ടടേൻ്റെ കൂടെ ബീഫും ചിക്കനും എന്ത് കൂട്ടി കഴിച്ചാലും നല്ലതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ചായ ഓട്ടടയും കൂടെ കഴിച്ച് തിന്നാനും നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്.
ഓട്ടയുടെ ചുട്ട് കഴിയുമ്പോൾ ഇത് കണ്ടോ, അതിനകത്ത് ഇങ്ങനെ കുത്തു 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 പോലെ ഉണ്ടാകും. ഇനി നമുക്ക് ഇത് കറക്റ്റ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടടി എടുത്തിട്ട് അത് നടുവേ മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവേ മുറിച്ച് കഴിയുമ്പം അതിൻ്റെ ഉൾഭാഗത്ത് ലെയറായിട്ടാണ് ഉള്ളതെങ്കിൽ അത് കറക്റ്റായിട്ടുണ്ടെന്നാ. ഇല്ലെങ്കിൽ വെന്തിട്ടൊന്നുമില്ല, ശരിയായിട്ടില്ലെങ്കിൽ ഒന്നാമത് ഇത്രയും പൊങ്ങത്തുമില്ല, അവിടെ ലെയർ പോലെ വരത്തില്ല, പകരം അതൊരു കട്ടിയായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഏകദേശം നന്നായിട്ടുണ്ട്, കാരണം കറക്റ്റ് ലെയറായിട്ട് വന്നിട്ടുണ്ട്, ഒരു വേവ് കുറവോ ഒന്നും തോന്നുന്നില്ല. കഴിച്ച് നോക്കുമ്പോഴാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ.